ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ എന്തും നേടിയെടുക്കാം എന്നൊരു ചൊല്ലുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനുണ്ട്, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനുണ്ട്, വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, അത് പോയതാണ്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള കളിയും കളിക്കാം എന്നുള്ള നില വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. തനിക്ക് നല്ല വിഷമമുണ്ടല്ലേ, പിന്നെ കരുന്നില്ല. അതുകൊണ്ട് ഏത് രീതിയിലുള്ള കളിയും കളിക്കാം എന്നുള്ള നില വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഫൗൾ പ്ലേ കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന രണ്ട് നേതാക്കന്മാർ അപ്പുറം നിൽക്കുന്നു. ഒന്നാര കെ സി വേണുഗോപാൽ, ഒന്ന് രമേശ് ചെന്നിത്തല. രണ്ടുപേരും എങ്ങനെയാണ്, രണ്ടുപേർക്കും അണികളില്ലാഞ്ഞിട്ടല്ല റോട്ടിൽ ഇറക്കാതിരുന്നത്. അവർ രണ്ടും ഫൗൾ പ്ലേ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനവികാരം മാനിച്ചോ എന്നാണ് തീരുമാനം എന്ന് ചോദിച്ചാൽ ജനവികാരം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു വികാരം ബാധിച്ചിട്ടുണ്ട്. ആ വികാരം എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയിൽ വയനാട്ടിൽ തോൽപ്പിക്കുമെന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തെ വളരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. വയനാട്ടിൽ തോൽക്കുക എന്ന് പറയുന്നത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ കെ സി വേണുഗോപാലും ഇല്ല, രമേശ് ചെന്നിത്തലയൊന്നും ഇല്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എം പി അല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇതുപോലൊരു നിലപാട് AICC അടുത്തൊന്നും ഹൈക്കമാൻഡിൻ്റെ അടുത്തും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവറ്റകളുടെ കരച്ചിലേക്കാന്തൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഞാൻ പറഞ്ഞത് ജനവികാരത്തിനൊപ്പമല്ല പാർട്ടി നിൽക്കേണ്ടത്. പാർട്ടിക്ക് പാർട്ടിയുടേതായ പോളിസിയും കാര്യങ്ങളുണ്ട്. അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. ഇതൊരു പക്ഷേ സമീപകാല കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ലെജിസ്ലേറ്റീവ് പാർട്ടി ഭൂരിപക്ഷമുള്ള നേതാവിനെ മറികടന്ന് ഒരു നേതാവിനെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവായിട്ട് തീരുമാനിക്കുകയാണ് കോൺഗ്രസ്. അതിനൊന്നും ഇല്ലേ? ആദ്യം എന്തായിരുന്നു തീരുമാനം? CLPയുടെ പിന്തുണയുള്ള കെ സി വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു മല്ലികാർജുൻ ഖർഗെ, ചേർന്ന് നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഏകദേശം കെ സി വേണുഗോപാൽ ആയിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ആ തീരുമാനം പിന്നിലേക്ക് പോയത്? അവിടെ രാഹുൽ ഗാന്ധി ഇതേവരെ എടുത്ത തീരുമാനങ്ങളെ കോൺഗ്രസിൽ അധികം ചോദ്യം ചെയ്ത് റദ്ദാക്കിയിട്ടില്ല. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഇതിനും അപ്പുറം ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെത്. ഇന്നിപ്പോൾ ഇതാ പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദമായത് അവിടെ വരുന്നു. ആരായിരുന്നു നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു എന്ന മട്ടിലുള്ള വാർത്തകൾ വരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. കോൺഗ്രസ് ഇന്നുവരെ പിന്തുടർന്ന എല്ലാ കീഴ്വഴക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, സമീപകാല ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ അസാധാരണമായ ഒരു തീരുമാനം എന്നുകൂടി ഞാൻ പറയും. അങ്ങോട്ട് മാറി എന്ന് അറിയാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഭരണപരമായ വെല്ലുവിളി നേരിടാൻ പോകുന്നു. അതിൽ ഒരു സൂചന ഇന്നിപ്പോൾ നൽകിയിട്ടുണ്ട്. ആരാ സൂചന നൽകിയിരിക്കുന്നത്? AK ആന്റണി. AK ആന്റണി പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേൾക്കണം. തുടക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണ്. കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. VD സതീശനെ ഒപ്പം നിർത്തി AK ആന്റണി പറയുകയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? ഇന്ദിരാ ഗ്യാരണ്ടി. യഥാർത്ഥത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞതാണോ വസ്തുത? എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നു. കേരളം പാപ്പരായ ഒരു സംസ്ഥാനമാണോ? കേരളം പാപ്പരായ സംസ്ഥാനമല്ല. എന്തോ എങ്ങനെ ഏത് ഫിസ്ക്കൽ പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പാപ്പരായ സംസ്ഥാനം എന്ന് AK ആന്റണി വിശേഷിപ്പിച്ചത്? ഇതെന്നിൽ ഒരു സംശയം ഉണ്ടാക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ആനുകൂല്യങ്ങൾ അത് ഉടൻ നടപ്പാക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധമാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും. മനസ്സിലാക്കി കളഞ്ഞല്ല. 1.25 ലക്ഷം കോടി രൂപയുടെ തനത് റവന്യൂ വരുമാനമുള്ള ഈ സംസ്ഥാനം കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? പാപ്പരായ ഒരു സംസ്ഥാനമാണെന്നുള്ളൊരു പ്രതിരോധം അധികാരത്തിലേറും മുമ്പ് VD സതീശൻ സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അത് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സൂചനയായിട്ട് ഒരു പക്ഷേ ജനം വ്യാഖ്യാനിച്ചേക്കാം. ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. 1.25 ലക്ഷം കോടി രൂപയുടെ തനത് റവന്യൂ വരുമാനമുള്ള ഈ സംസ്ഥാനം ലക്ഷം കോടിയാക്കാലോ. കാര്യം എവിടെ നിന്നൊക്കെ കടം മേടിക്കാം. നോക്കൂ, ഞാനും അങ്ങും നമ്മളുടെ തലമുറയുമൊക്കെ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, ആ കടം കടന്നുപോയ സർക്കാരുകൾ ഉണ്ടാക്കിയ കടത്തിന്റെ ഇരട്ടിയാണ് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തിന് സമ്മാനിച്ചിട്ട് പോയത്. എന്താ ഉറക്കം വരുന്നു. അതുകൊണ്ട് കടം എവിടെ നിന്ന് മേടിച്ച് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. റിസർവ് ബാങ്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ്
ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളതും റിസർവ് ബാങ്ക് റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ളതും അതിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ്. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ഇപ്പൊ 5 ലക്ഷം കോടിയുടെ മുകളിലേക്ക് കടന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനവും കേരളമാണ്. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി വളരെ വലുതാണ്. ചളമായെന്ന് തോന്നുന്നു. ആളുകളെ കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം, ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു നേതാവിന് വേണ്ടി, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സംഘടന, ഇനിപ്പോട്ടെ രാഷ്ട്രീയ പ്രവർത്തനം, ഒരു സംഘടനാ പ്രവർത്തനവും സ്വാഭാവികമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ആ നിലയ്ക്ക് ഒരു നേതാവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ കുറെ മനുഷ്യർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു പുതിയ കാഴ്ചപ്പാടാണ്, ഒരു പുതിയ പൊളിറ്റിക്കൽ ഇവന്റ് ആണ്. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നടന്നിരിക്കുന്നു എന്നതിനെ വളരെ കൗതുകത്തോടു കൂടി കാണണം. ആ നിലയ്ക്കും അതൊരു പുതിയ തുടക്കമാണ് എന്നത് ഞാൻ പറയാൻ വിചാരിക്കുന്നു. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ ആരും ഊട്ടി വളർത്തിയതല്ലാത്തത് കൊണ്ട് വീടില്ല എന്ന് വേണമെങ്കിലും വിചാരിക്കാം. ആരും വെള്ളിത്താലത്തിൽ വെച്ച് ഒന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ, പിന്നെ ഈ വെട്ട് പുതിയതല്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ വീണയ്ക്കില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഴാനും തീരാനും ഒക്കെ സമയം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു, ഏറ്റവും സാധ്യത കൊണ്ട് എന്നും വിചാരിക്കുന്നു. അതുകൊണ്ട് ആ നിലയ്ക്ക് വീണു പോകില്ല എന്നും കരുതുന്നു. ഇതിൽ വിയർത്തുണ്ടാക്കിയതാണ് ഈ നേട്ടം, പാർട്ടിയുടെ നേട്ടം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ 2 തവണ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞതാണ്. 2021 തുടർ പരാജയം ഉണ്ടായ സമയം മുതൽ ഇങ്ങോട്ട് ഈ പ്രസ്ഥാനം എത്ര വിജയങ്ങൾ നേടിയിട്ടുണ്ടോ, അത് ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ, അത് വിയർത്തു തന്നെ ഉണ്ടാക്കിയതാണ്. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കോൺഗ്രസിനെ തന്നെ അതിശയിക്കുന്ന തരത്തിൽ പണിയെടുത്തുണ്ടാക്കിയ വിജയങ്ങൾ തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതിന് സ്വാഭാവികമായും ഒരു വിഷൻ വേണം, അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ ആളുകൾ വേണം. അതെല്ലാം മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. വി ഡി സതീശൻ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് വളർത്തിയ നേതാവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങോട്ട് വി ഡി സതീശൻ എന്നൊരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രചാരണം മുഴുവനും. സൈബർ പ്രചരണങ്ങൾ അടക്കം ആരുടെ തലയ്ക്ക് നേരെയായിരുന്നു. ഇവിടെ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ആരുടെ തലയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ആരുടെ വനവാസത്തിന് വേണ്ടിയായിരുന്നു മുറവിളി ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു, മാനസികമായ ഐക്യം എന്നുള്ളതാണ് ഞാൻ കണ്ടത്. അതൊരു സത്യം മാത്രം. ചിലർ മുഖ്യമന്ത്രി ആകും, ചിലർ അധികാര കേന്ദ്രമാകും എന്ന് വിചാരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഒഴുകാമെന്ന് വിചാരിക്കുന്നു. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, മിഷൻ ഗണ്ണ്, അവസാനം ഗുദാഹവ എന്നുള്ള സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.